വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് സമയം കുറച്ച് പിറകോട്ടായതുകൊണ്ട് ഞങ്ങൾ ഓണാഘോഷം കുറച്ച് ലേറ്റായിട്ടാണ് സ്റ്റാർട്ടാവുക. സോ ഞങ്ങൾ UK ചെറിയൊരു ഓണം സെലിബ്രേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ പൂവൊന്നും ഇട്ടില്ല. പൂക്കളൊക്കെ ഇടാന്ന് വെച്ചാൽ കുറച്ച് വിൻഡി ആയിട്ടുള്ള വെതറാണ്. സോ പൂവൊക്കെ പറന്നു പോകും. സോ ഞാൻ 2 പൂവിൻ്റെ ഈ ബൊക്ക പോലത്തത് വാങ്ങിച്ചു. ഞങ്ങൾ സാധാരണ ഇതുപോലെ വാങ്ങിച്ചിട്ടാണ് ഭഗവാന്റെ ഫോട്ടോത്തിനടുത്തൊക്കെ വെക്കാറ്. അങ്ങനെ രാവിലെ തന്നെ ഓണം കോസ്റ്റ്യൂമൊക്കെ ഇട്ട്, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലവർ ഏകദേശം നമുക്കിവിടെ ഒരാഴ്ച വരെ നിൽക്കും. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചെറിയൊരു ഫ്ലവർ ഫുഡ് കിട്ടും, ഒരു ലിക്വിഡ് ടൈപ്പ് ഉള്ളത്. അത് വെച്ചിട്ട് ഈ ഒരു ഫ്ലവർ ഏകദേശം നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് ഇതുപോലെ തന്നെ കാണാൻ പറ്റും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലവർ ഫുഡ്. അപ്പോൾ ഇത് ചെറിയൊരു പാക്കറ്റിലായിട്ടാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇതുപോലെ വെക്കുകയാണെങ്കിൽ, ഈ ഫ്ലവർ ഇതിലേക്ക് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ ഈ ഫ്ലവർ ഇതുപോലെ ഉണ്ടാവും, കേടാവാതെ. പിന്നെ എന്ന് പറയുന്നത് അടുത്തത് ഈ ഗോൾഡൻ പാക്കറ്റിൽ വരുന്ന സാധനം. ഇത് കുറച്ച് ഈ ഗോൾഡൻ പാക്കറ്റിൽ വരുന്ന കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്, മുല്ലപ്പൂവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ചെറിയ ബോക്സിന് ഏകദേശം നമ്മളെ നാട്ടിലെ 1000 രൂപീസിൻ്റെ അടുത്ത് വരും. പക്ഷേ ഈ മുല്ലപ്പൂക്ക് ഇതുപോലെ ഇവിടത്തെ വരെ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. സോ ഞാൻ ചെറിയൊരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. നമ്മളിപ്പോൾ ഇവിടെ UK മുല്ലപ്പൂ മുതൽ ഓണസദ്യ വരെ നമുക്കിവിടെ കിട്ടും. സോ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ മലയാളി സമാജത്തിൻ്റെ ഒക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് വീക്കെൻഡ്സിലായിരിക്കും. ഈ വീക്ക് ഡേയ്സ് എല്ലാവരും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം, ഇപ്പം മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ട്, ഓണ പ്രോഗ്രാം, വിഷു, അങ്ങനെയൊക്കെ എല്ലാ ഫെസ്റ്റിവലിനും അവരോരോ പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. അതൊക്കെ വരുന്നത് വീക്കെൻഡ് ആയിരിക്കും. സോ ഞങ്ങളങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഓണപരിപാടി തുടങ്ങി. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ രാവിലെ വിളക്ക് കത്തിച്ചു. ഇനി ഓണസദ്യ, ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വീക്കെൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. സോ എല്ലാ ആൾക്കാരും ബിസിയാണ്. എല്ലാ ആൾക്കാരും ജോലി ഉള്ളത് കൊണ്ട് തന്നെ ഫ്രണ്ട്സൊന്നും ഇല്ല. പിന്നെയെന്ന് പറയുകയെന്ന് വെച്ചാൽ ഏകദേശം എല്ലാ ആൾക്കാരും അതുകൊണ്ട് തന്നെ വീക്കെൻഡ്സിലാണ് ഈ ഒരു ഓണം സെലിബ്രേഷനൊക്കെ വെക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ ഞാനും ഹസ്ബൻഡും മോനും മാത്രമാണുള്ളത്. സോ ഇനി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഉച്ചയാവാറായി. ഇനി ഞങ്ങൾ ഓണസദ്യയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് തിരക്കായിരുന്നു. ഇവിടെയുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും, ഹസ്ബൻഡും വൈഫൊക്കെ വർക്കിംഗ് ആയിരിക്കും. ചില സമയത്ത് നമുക്ക് വിചാരിച്ച പോലെ ഓണസദ്യ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഈ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് തിരക്കിലായിപ്പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്രോസൺ ഓണസദ്യയാണ് ഓർഡർ ചെയ്തത്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഫ്രോസൺ ഓണസദ്യ ട്രൈ ചെയ്യുന്നത്. സാധാരണ വീട്ടിലുണ്ടാക്കാറാണ്. സോ ഇതെന്ന് പറയുന്നത് 4 ആൾക്കുള്ളൊരു ഓണസദ്യയാണ്. ഇതിൻ്റെ കൂടെ 2 ബനാന ലീഫ്, അതായത് വാഴയിലയും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇതൊക്കെ ഫ്രോസൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ളൊരു ഇന്ത്യൻ സ്റ്റോറിൽ ഒരു 2-3 ദിവസം മുന്നേ പോയിട്ടാണ് ഇത് ബുക്ക് ചെയ്തത്. അത് പിന്നെ വരുന്നത് ചോറാണ്. ഇതിൽ മട്ട അരിൻ്റെ റൈസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇതിൽ എന്തൊക്കെ ഐറ്റം ഉള്ളതെന്നുള്ളത്. പിന്നെ ഇത് ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓണസദ്യ കഴിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് സമയം മുന്നേ ഇത് പുറത്തെടുത്ത് വെക്കണം. എന്നിട്ട് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയിട്ടാണ് ഇത് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്തൊക്കെ ഐറ്റം ഉള്ളതെന്ന് ആദ്യം നോക്കാം. ആദ്യം പപ്പടം ഉണ്ട്, പിന്നെ ഉള്ളത് അച്ചാർ, ചിപ്സ്, ശർക്കര ഉപ്പേരി, പിന്നെ ഇതിൻ്റെ കൂടെ ഇവരുടെ കാർഡും വെച്ചിട്ടുണ്ട്. സോ ഓണസദ്യയിൽ എന്തൊക്കെ ഐറ്റം ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഫ്രോസൺ വാഴയിലയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ചോറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗോതമ്പ് പായസം, സാമ്പാർ, പിന്നെ പരിപ്പ് പായസം, കൂട്ടുകറി, രസം, ക്യാബേജ് തോരൻ 2 ബോക്സ് ഉണ്ട്. പിന്നെ ഉള്ളത് പുളിയിഞ്ചി, പഴം മെഴുക്ക് വരട്ടി, പിന്നെ അവിയലുണ്ട്, എരിശ്ശേരി, ബീട്രൂട്ട് കിച്ചടി, പരിപ്പ് കറി, പൈനാപ്പിൾ പച്ചടി, ഓലൻ, പിന്നെ ഉള്ളത് ചിപ്സ് ഉണ്ട്, ശർക്കര ഉപ്പേരി, പിന്നെ പപ്പടം, അത് നമ്മൾ ഉണ്ടാക്കണം. പിന്നെ 2 ടൈപ്പ് അച്ചാറാണ്.
സോ ഇതാണ് റൈസ് വരുന്നത്, 2 പാക്കറ്റ് മട്ട റൈസാണ്. ഇത് കുക്ക്ഡാണ്. സോ ഇത് നിങ്ങൾക്ക് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് കഴിക്കാം. സോ ഞങ്ങളിത് വാങ്ങാൻ പോയ സമയത്ത് അവിടെയുള്ള അവർ പറയുന്നത് വെച്ചാൽ ഇതിന് മുൻപേ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മൈക്രോവേവിൽ ഒരുപാട് സമയം എടുക്കും. അതിനേക്കാട്ടും നമ്മൾ ഇത് ചൂടുവെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. സോ ഞങ്ങൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഫുഡൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഞങ്ങളൊരു വാഴയില എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച വാഴയില. ബാക്കി ആ 2 സൈഡിലുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രോസൺ വാഴയിലയാണ്. ഈ ഫ്രോസണിലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വളരെ നേരിയതായിരിക്കും. സോ നമ്മളത് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കീറിപ്പോവും. നിങ്ങൾക്കിത് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും അത്രയും നേരിയതായിട്ടാണ് ഈ ഒരു ഇലയുള്ളത്. പക്ഷേ എന്നാലും സമ്മതിക്കണമല്ലേ, ഈ വാഴയിലൊക്കെ ഫ്രോസൺ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. സോ ഇത് 2ആണ് അതിൻ്റെ കൂടെ സെറ്റായിട്ട് വന്നത്. സോ നമ്മൾ സദ്യയൊക്കെ റെഡിയായി. ഇപ്പോൾ റെഡിക്ക് പറഞ്ഞാൽ ഇത് ഓക്കെയാണ്. ഇപ്പോൾ നമ്മളൊരു 3 പേർക്ക് ഭക്ഷണം വീട്ടിൽ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വേസ്റ്റ് ആവും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ദിവസം കഴിക്കേണ്ടി വരും. സോ ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളത് വളരെ നല്ലതല്ലേ. ഈ ഒരു ഫ്രോസൺ ഓണസദ്യ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ട്രൈ ചെയ്യുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഓണാഘോഷം. സദ്യയൊക്കെ കഴിച്ച് പിന്നെ വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ തിരക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പാക്കറ്റിലൊക്കെ വരുന്ന ഓണസദ്യ എന്ന് പറയുന്നത്. സോ ഇത് ഉണ്ടാക്കിയ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. സോ അവർക്കും എല്ലാ ആൾക്കാർക്കും ഒരു താങ്ക് യു സോ മച്ച്. സോ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ഓണാശംസകൾ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺ.